അഡോബി ഫോട്ടോഷോപ്പിലെ 3rd ചാപ്റ്ററിലെ 7th ടോപ്പിക് ലെയർ ഐഡന്റിറ്റി. അതായത് കുറേ ലെയേഴ്സിൽ നിന്ന് ഒരു ലെയറിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ലെയറിൻ്റെ ഈ ഒരു പേര് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെയറിൻ്റെ പേര് ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇതിന് ഗ്രീൻ എന്ന് പേര് കൊടുക്കാം, അടുത്തതിന് ബ്ലൂ എന്ന് പേര് കൊടുക്കാം, ഇതിന് റെഡ് എന്ന് പേര് കൊടുക്കാം, ഈ ലെയറിന് ബാക്ക്ഗ്രൗണ്ടിൻ്റെ BG എന്നും പേര് കൊടുക്കാം. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ പേര് കൊടുക്കാനും അതായത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശരിക്കും നമ്മളൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു പുതിയ ലെയർ ആയിട്ടായിരിക്കും വരിക. നമ്മൾ ഇവിടെ ഇപ്പം ഇതിന് കണ്ടന്റ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. ഈ ഒരു കണ്ടന്റിൻ്റെ നെയിം ഓട്ടോമാറ്റിക്കലി എന്താണോ, അതായത് ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ എന്ത് ആണോ ടൈപ്പ് ചെയ്തേക്കുന്നത് അതിൻ്റെ തുടക്കമായിരിക്കും ഈ ഒരു ടെക്സ്റ്റിൻ്റെ ലെയറിൽ കാണുക. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു പുതിയ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സർക്കിൾ വരച്ചു. ഇത് എലിപ്സിസ് 1 ആണ് കിടക്കുന്നത്, കാരണം നമ്മൾ യൂസ് ചെയ്തത് എലിപ്സിസ് ആണ്, അതുകൊണ്ട് എലിപ്സിസ് 1 എന്നുള്ള പേരിലാണ് കിടക്കുക. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യണതനുസരിച്ച് ഷേപ്പോ അല്ലെങ്കിൽ പാത്തോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ആണെന്നുണ്ടെങ്കിൽ അതവിടെ കാണിക്കും. ഇനി നമുക്ക് നമ്മുടെ ലെയേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ലെയർ എങ്ങനെ സെർച്ച് ചെയ്യുമെന്ന് നോക്കാം. നമ്മളിവിടെ മുകളിൽ ഈ ഒരു സെർച്ചിൻ്റെ മാഗ്നിഫൈയിങ് ഗ്ലാസ് കണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നെയിം വെച്ചിട്ടാണ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഗ്രീൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു ലെയർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ആ ലെയർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതില്ലാന്നുണ്ടെങ്കിൽ ഈ ലെയറിൻ്റെ നമ്പർ, അതായത് ലെയർ 51 എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏത് ലെയർ ആണെന്ന് കൂടി നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ നെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ആ ഒരു സെർച്ച് ടൂകൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സെർച്ച് ആക്റ്റീവ് അല്ല, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെർച്ച് ആക്റ്റീവ് ആണ്. നമ്മൾ ഈ ഇത് മാറ്റി കൈൻഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്സലുള്ള ഫിൽറ്റർ മാത്രമാണ്. അതായത് നമ്മൾ വരച്ചേക്കുന്ന പടവും കാര്യങ്ങളും അല്ലെങ്കിൽ ബ്രഷ് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ മാത്രമായിട്ട് ഇതിവിടെ ഐസൊലേറ്റ് ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോ, പിക്സലായിട്ടുള്ള ലെയർ മാത്രമാണ് ഇതിൽ കാണുന്നത്. അതേപോലെ തന്നെ ഇത് ടെക്സ്റ്റ് മാത്രമായിട്ടുള്ള കാണിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് അൺചെക്ക് ചെയ്യുക, ആ ഒരു കണ്ടന്റ് മാത്രമായിട്ടാണ് ടെക്സ്റ്റ് എഴുതിയേക്കുന്ന ആ ഒരു ലെയർ മാത്രമാണ് ഇവിടെ കാണിക്കുക. അതേപോലെ തന്നെ ഇത് ഷേപ്പിൻ്റെ മാത്രം കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, എലിപ്സിസ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ ഷേപ്പ് ആയിട്ടുള്ളത്, അത് മാത്രം നമുക്കിവിടെ കാണാം. ഇതിൽ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്ടർ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിൽട്ടർ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല, നമ്മൾ നെക്സ്റ്റ് അതിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. പക്ഷേ ആ വരുന്ന ലെയേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. ഇതിലിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്ടർ ലെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതവിടെ കാണിക്കില്ല. അതേസമയം നമുക്കിതിൽ പിക്സലും ടെക്സ്റ്റും മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് രണ്ടും നമുക്ക് അറ്റ് എ ടൈം ഒരുമിച്ച് ചെക്ക് ചെയ്യാനും സാധിക്കും. ഇത് കൂടാതെ നമുക്ക് നെയിം, ഫിൽട്ടർ, മോഡ്, കളർ അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് കളർ. ഇതിപ്പോൾ എല്ലാം സെയിം പോലെയാണല്ലോ. നമ്മൾ ഇതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് നമുക്കിവിടെ ഓരോ കളർ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ ഇത് രണ്ടും ഞാൻ റെഡ് കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെയേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ ഒരു കളറിൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് കണ്ടോ, നമ്മൾ നേരത്തെ റെഡാണ് സെലക്ട് ചെയ്തത്, ആ സെലക്ട് ചെയ്ത ലെയർ മാത്രമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ ലെയറിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോ കളർ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അസൈൻ ചെയ്ത കളർ റിമൂവ് ആവും. സോ ബേസിക്കലി ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കളർ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ. അതിനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ കീബോർഡിൽ Ctrl+Shift+N ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഒപ്പാസിറ്റിയുടെ വാല്യൂ ഇവിടെ കൊടുക്കാം, ബ്ലെൻഡിങ് മോഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ലെയർ അവിടെ വരും. അതേസമയം ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരാതെ ഡയറക്റ്റ് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ Ctrl+Shift+Alt+N എന്നുള്ള ക്ലിക്ക് ചെയ്യണം. ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരു ഡയലോഗ് ബോക്സ് വരാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു ന്യൂ ലെയർ അവിടെ ക്രിയേറ്റ് ആവും. Ctrl+Shift+Alt+N.
അതേപോലെ ഒരു ന്യൂ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് ജി. മാക്കിലാണെങ്കിൽ കമാൻഡ് ജി, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ജി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ വന്നിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല.